പൈഞ്ചേരിമുക്കിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഉളിയിൽ സ്വദേശിയായ കെ പ്രണവ് വരച്ച ചിത്രങ്ങൾ ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും. അത്രയ്ക്ക് മനോഹരമായ ചിത്രങ്ങളാണ് ഇവ. ഈ ചിത്രങ്ങൾ കണ്ടാൽ ഇരുത്തം വന്ന ഒരു കലാകാരൻ വരച്ചതാണെന്നേ പറയൂ. പ്രണവ് ചിത്രം വരെയൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരുന്നപ്പോൾ വെറുതെയൊന്ന് പെൻസിലെടുത്ത് കടലാസിൽ വരച്ചതാണ്. പിന്നെ എല്ലാവരുടെയും പ്രോത്സാഹനം കൂടിയായപ്പോൾ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നീട് ഇരിട്ടി പ്രഗതി കോളേജിൽ +2 പഠനവും പൂർത്തിയാക്കി. +2 പഠിക്കുന്ന സമയത്ത് കുടുംബത്തിലെ പ്രാരാബ്ധം കൊണ്ട് തന്നെ വർക്ക്ഷോപ്പിലും ജോലി ചെയ്തിരുന്നു. ഒടുവിൽ ഈ ജോലി ഉപജീവന മാർഗമാക്കി മാറ്റി. തയ്യൽ തൊഴിലാളിയായ അച്ഛൻ പവിത്രനും അമ്മ ജഷിയും 2 അനുജന്മാരും ഒരു അനുജത്തിയും അടങ്ങുന്നതാണ് പ്രണവിന്റെ കുടുംബം. പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ഏറെയും. അങ്ങനെ ഏത് സമയത്താണ് വരക്കുന്നത്? ലോക്ക്ഡൗൺ സമയത്ത് വരക്കാൻ തുടങ്ങിയതാണ്. എന്താ ജോലി? ജോലി മെക്കാനിക്കാണ്. ഇരട്ടിയാണ്, പൈഞ്ചേരിമുക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ചെറുപ്പം മുതൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ചെറുപ്പം തൊട്ട് വരക്കാൻ പഠിക്കണം എന്നുണ്ടായിരുന്നു, പഠിച്ചില്ല. എന്നിട്ടാണ് ഇപ്പം വരക്കാൻ തുടങ്ങിയത്. അങ്ങനെ എല്ലാവരും അഭിപ്രായം എന്താ പറയുന്നത്? അഭിപ്രായം നല്ല അഭിപ്രായമാണ്. ഇനി എന്താ ആഗ്രഹം? ഇത് കുറച്ചുകൂടെ ഡെവലപ്പ് ആകാനുണ്ട്, അത് ചെയ്യണം. എന്നിട്ടെന്തെങ്കിലും ഇതിലെന്തെങ്കിലും ജോലി അങ്ങനെ എന്തെങ്കിലും നോക്കണം. മികച്ച രീതിയിലുള്ള വരയാണ് പ്രണവിൻ്റെതെന്ന് ഫാഷൻ ഡിസൈനറായ നീത രൂപേഷ് പറഞ്ഞു. ഇന്ന് താഴെ ചായ കുടിക്കാൻ വന്നപ്പോൾ അങ്ങനെ കണ്ടുമുട്ടിയത് ഒന്ന്. സോ ഞാൻ ഇവിടെ റൂമിൽ എൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങൾ ബ്രഷ് എല്ലാം കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ പോയതാണ്. ആ സമയത്ത് ആ ചെക്കൻ നന്നാ കണ്ടിട്ട് നിങ്ങൾ ടീച്ചറാണോ എന്ന് അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരിചയപ്പെട്ടിട്ട് അപ്പോൾ അവൻ പറഞ്ഞ് ഞാനിങ്ങനെ നല്ലോണം വരയ്ക്കും എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മൊബൈലിലെല്ലാം ആ ഫോട്ടോ പിക്ചേഴ്സ് എല്ലാം കണ്ടിട്ടാണ് അവന് അങ്ങനെ പരിചയപ്പെട്ടത്. പിന്നെ അവൻ്റെ ഫയൽസ് കാര്യങ്ങളെല്ലാം ഒരു ദിവസം ഇങ്ങോട്ട് കൊണ്ട് കാണിച്ച്. അപ്പോൾ ഞാനും അനുപ്രിയ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരി ഒരാളുണ്ട്. അപ്പോൾ അവൾ കണ്ടിട്ട് അപ്പോൾ നമ്മൾ രണ്ടാളും അവനോട് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും നോക്കാം, ഇൻസ്റ്റാഗ്രാം ഇല്ല ഫേസ്ബുക്ക് അങ്ങനെയെല്ലാം നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇതാക്കി. ചിത്രം വരയ്ക്കുന്നവരെ പോലും അതിശയിപ്പിക്കുന്ന വരകളാണ് പ്രണവിൻ്റെതെന്ന് ചിത്രകാരി അനുപ്രിയയും പറഞ്ഞു. നീതേച്ച് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നതും ഈ ചിത്രങ്ങളൊക്കെ കാണാനിടയായതും. ഇങ്ങനെ ഈ ഏട്ടൻ വരയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് നീതേച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ചിത്രം വരച്ചു കണ്ടിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഇവിടെ വന്നേരം ഈ ഏട്ടൻ ഈ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടേരം നല്ല ഒറിജിനാലിറ്റി തോന്നി. പക്ക നീറ്റാണ്, നല്ല എന്താ ഒരു ലൈഫ് തോന്നുന്നുണ്ട് ചിത്രത്തിനൊക്കെ. അപ്പോൾ നീതേച്ച് എന്നോട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കണം, അങ്ങനെ ഹെൽപ്പാക്കണം എന്നുള്ളൊരു മൈൻഡിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു എന്നെ കൊണ്ടാകുന്ന ഹെൽപ്പ് എനിക്കും ചെയ്യാൻ പറ്റുന്നേ. ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരക്കണമെന്ന ആഗ്രഹം പ്രണവിനുണ്ട്. പക്ഷേ സമയമില്ല. അറിയപ്പെടാത്ത ഇത്തരം കലാകാരന്മാരെ കൂടി നമുക്ക് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് പ്രണവിന് പ്രോത്സാഹനമായി ആരെങ്കിലും എത്തും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. കരിപുരണ്ട ജീവിതത്തിനിടയിലും ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് നമ്മുടെ പ്രണവ് വരയ്ക്കുന്നത്. ഇനിയും ഇദ്ദേഹത്തിന് ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇരട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്.